നിറഞ്ഞ മനസ്സോടെയാണ് ഇന്ന് നമ്മൾ എൽസ്റ്റോൺ എസ്റ്റേറ്റിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിൽ ഒത്തുചേർന്നിട്ടുള്ളത്. ജൂലൈ 30 കാലം എത്ര പോയാലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു ദുരന്ത ദിവസത്തിൻ്റെ പേരായി മാറിക്കഴിഞ്ഞു. ജൂലൈ 30 ആ ദുരന്തമുണ്ടായത് മുതൽ നമ്മളെല്ലാവരും ഇവിടെയായിരുന്നു. ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ ഒരു ദുരന്തമുണ്ടായാൽ മലയാള നാട് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക എന്നും ഏതെല്ലാം വിധത്തിലാണ് അതിൻ്റെ ദുരന്ത നിവാരണ പ്രക്രിയയിൽ പങ്കാളിയാവുക എന്നും എങ്ങനെയാണ് ആ ജനങ്ങളെ ചേർത്തു പിടിക്കുക എന്നും ഈ ദുരന്തത്തിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ എങ്ങനെ പങ്കാളിയാകാമെന്നും 8 മാസക്കാലം കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിച്ചവരാണ് നമ്മൾ. എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നിർവഹിക്കുന്നതോടെ നിറഞ്ഞ വേദിയും സദസ്സും ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലോ ലോകത്തു തന്നെ എവിടെയോ കാണാൻ കഴിയാത്ത പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ ഒരു ലോക മാതൃകയ്ക്ക് കേരള മോഡലിന് പേരുകേട്ട കേരളം ആ പുനർനിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഒരു ലോക മാതൃകയിലേക്ക് കടക്കുന്ന അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നിറഞ്ഞ ദുഃഖത്തിനിടയിലും നാം ഈ വേദിയിൽ കടന്നു പോകുന്നത്. നമുക്കറിയാം, 298 മനുഷ്യർ 8 മാസം മുമ്പ് വരെ നമ്മളോടൊത്ത് ജീവിക്കുകയും നമ്മളെപ്പോലെ കളിച്ചും ഉല്ലസിച്ചും ഭക്ഷണം കഴിച്ചും ജോലി ചെയ്തും നമുക്കിടയിലൂടെ നടക്കുകയും ചെയ്ത 298 മനുഷ്യർ ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല. അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്കാകില്ല. അവർ സൃഷ്ടിച്ചത് വലിയ ദുഃഖമാണ്. അവരുടെ വേർപാട് മാറ്റാനാകാത്ത ഒരു വേദനയാണ്. ആ വേദന ഉയർത്തിപ്പിടിക്കുമ്പോഴും ആ മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതൊഴിച്ചാൽ ചൂരൽമലയ്ക്ക് മുണ്ടക്കൈയും പുഞ്ചിരിമറ്റവും അട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയ്ക്ക് നഷ്ടപ്പെട്ട ഭൗതിക സൗകര്യങ്ങളെല്ലാം കുറഞ്ഞ കാലം കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പുനരധിവാസ പ്രവർത്തനത്തിന് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കേരളം ഒരു മനസ്സായി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഉറപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദിയിലുള്ള ഈ ഘട്ടത്തിൽ തന്നെ പറയുന്നു, ഒരു ദുരന്തബാധിതനും ഈ മണ്ണിൽ ഒറ്റപ്പെടില്ല.